തിരുമേനി, ആ, വിളക്കെടുക്കൽ ചടങ്ങിന് വേണ്ടിയാ. അങ്ങനെ ആവട്ടെ. ഈശ്വര, എല്ലാം നന്നായിട്ട് നടക്കണേ. ഹരി മുന്നോട്ട് വെക്കുന്ന ഓരോ ചുവടും പിഴയ്ക്കാതിരിക്കണേ. ഞങ്ങളുടെ സംരംഭം വിജയിപ്പിക്കണേ. അല്ല, ഇതെന്താ എന്നെ തന്നെ നോക്കി നിൽക്കുന്ന? പ്രാർത്ഥിക്കണ്ടേ? എനിക്കൊരു ചെറിയ പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ, അത് കഴിഞ്ഞു. അതെന്ത് പ്രാർത്ഥന? ഭഗവാനെ, എനിക്ക് പറയാനുള്ളതെല്ലാം എന്റെ ഭാര്യ അങ്ങയോട് പറയുന്നു. അത് ഭംഗിയായിട്ട് നടത്തി കൊടുക്കണേന്ന് മാത്രം പോരെ? സമ്മതിക്കണം. ദൈവത്തിനോടുള്ള പ്രാർത്ഥനയിൽ ഇത്രയേറെ ലാഭം നോക്കുന്ന വേറൊരാളെ ഞാൻ കണ്ടിട്ടില്ല. അതൊന്നും അല്ലടോ. ഇനി മുതൽ അങ്ങോട്ട് ദൈവത്തിന്റെ സെക്ഷൻ ഞാൻ തന്നെ ഏൽപ്പിക്കുക. എല്ലാം കണ്ടറിഞ്ഞ് താനങ്ങ് ചെയ്താ മതി. എല്ലാം എന്നെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് വീട്ടിലും കമ്പനിയിലും ആയിട്ടിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇതുപോലെ എന്റെ കൂടെ വന്നോളണം. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞോളാം. സമ്മതിച്ചു. കുറച്ചു കഴിയുമ്പോ തിരുമേനി വിളക്ക് കൊണ്ടുവരും. അതുവരെ നമുക്ക് നടയിൽ തന്നെ നിൽക്കാം. ആയിക്കോട്ടെ. ഒരു ഭക്തയുടെ അവകാശങ്ങളൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. ഇവിടെ പിന്നെ കുഴപ്പങ്ങൾ എന്തെങ്കിലും ഉണ്ടായോ? അയ്യോ ഇല്ലമ്മേ, ഒരു പ്രശ്നവും ഇല്ല. ആയിക്കോട്ടെ. അതുമനെ, ഇത് നിനക്ക്. മിഠായി തീറ്റി കൂടുതലുണ്ടോ? അതൊക്കെ ഒരുപാട് കഴിക്കും. പറഞ്ഞാ കേക്കൊന്നുമില്ല. ഞാൻ അമ്മയെ വിളിക്കാം. ഉമ്മറത്ത് കുറച്ച് ചവറ് കൂട്ടിയിട്ടിട്ടുണ്ട്, അതൊന്ന് കത്തിക്കണം. കത്തിക്കുന്നത് നല്ലതാ. പ്രാണികളും പാമ്പും പഴുതാരൊക്കെ പോയി കിട്ടും. അല്ലെങ്കിൽ എന്ത് ശല്യവാ ഇവറ്റോളൊക്കെ കേറി വരുമ്പോ. അമ്മയുടെ സംസാരം എപ്പോഴും അങ്ങനെ തന്നെയാ. ആരാണെന്നോ എന്താണെന്നോ ഒന്നും നോക്കില്ല. അന്ന് അമ്മ പറഞ്ഞതിന് ശേഷം ഞാൻ അതൊന്നും ശ്രദ്ധിക്കാറൊന്നുമില്ല. അമ്മയോട് കള്ളം പറയാൻ പഠിച്ചു അല്ലേ? ആദ്യമോൻ എന്നെ വിളിച്ചിരുന്നു. അതിവന് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാ. കത്ത കുഴപ്പമായിരുന്നു. ഇപ്പൊ അമ്മയുടെ മനസ്സിന് നല്ല ബലമുണ്ട്. മോളാണോ വിളക്കെടുക്കൽ ചടങ്ങ് നടത്തുന്നത്? അതെ. എന്താ വിശേഷം? ഞങ്ങള് ഒരു പുതിയ സ്ഥാപനം തുടങ്ങുന്നുണ്ട്. അതിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയാ. നല്ലതാ മോളെ. വിളക്കെടുത്താൽ അതിന്റെ ഐശ്വര്യം ഉറപ്പായിട്ടും കിട്ടും. വിളക്കെടുക്കാനുള്ള ആള് വന്നോളൂ.
3 പ്രദക്ഷിണം, ശേഷം വിളക്ക് നടക്കി വെക്കണം. ഉം. അല്ല സ്വാമി, അല്ല ഈ കൃഷിയുടെ കാര്യം എന്ന് പറഞ്ഞാലേ ഈ കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ, അങ്ങനെയല്ലേ? ഏത് അല്ല, അഥവാ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലേ സ്വാഭാവികമായിട്ടും ലോണിന്റെ തവണ മുടങ്ങുമല്ലോ, അല്ലേ? ആ, അതൊക്കെ എനിക്ക് തിരിയും. ഓ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് കമ്പനിയിലൊന്ന് അറിയിച്ചാ മതി. ആഹാ, കമ്പനി അതിനു വേണ്ട കാര്യങ്ങൾ അപ്പൊ ചെയ്തു തരും. ഓ, അതെല്ലാം എഗ്രിമെന്റിൽ എഴുതിയിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്ക്. ആ, ഓ, വായിക്കാം.